الحمد لله الحمد لله رب العالمين. نحمدك يا من أوضحت لنا سبل الهداية وأوزقت عن بصائرنا خشوة الغوايا، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الناس أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശ്വാസിനികളെ, സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും നിരീക്ഷിക്കുകയും എല്ലാം ചെയ്യുന്ന കാരുണ്യവാനായ നമ്മുടെ നാഥൻ നമ്മുടെ നന്മക്കായി നിർദ്ദേശിച്ച നിർദ്ദേശങ്ങളും കൽപ്പനകളും ജീവിതത്തിൽ യഥാവിധം പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നിഖില മേഖലകളിലും റബ്ബിനെ യഥാവിധം സൂക്ഷിച്ച് ജീവിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരണപ്പെട്ട് ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം കരസ്ഥമാക്കുന്ന വിശ്വാസികളിൽ നാഥൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമളാൻ മാസത്തിലൂടെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ റമളാനിൽ ഹിജറ വർഷം 2-ാം വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു നിലക്കും പ്രബോധനത്തിനോ ജീവിതത്തിനോ സമ്മതിക്കാതെ പ്രവാചകനെ സ്വന്തം നാട്ടിൽ നിന്നും ജനിച്ചു വീണ മണ്ണിൽ നിന്നും വീട്ടിൽ നിന്നും അവിടത്തെ അനുയായികളെയും ആട്ടിപ്പുറത്താക്കിയ സംഘം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ യുദ്ധത്തിന് വന്ന മഹത്തായ ബദർ യുദ്ധം നടന്ന ഒരു മാസം കൂടിയാണ് റമളാൻ. അതിൻ്റെ പശ്ചാത്തലവും മറ്റു കാര്യങ്ങളുമൊക്കെ നമുക്കറിയാം. മദീനയിലെത്തിയിട്ട് പോലും സ്വൈര്യമായി താമസിക്കുവാൻ സമ്മതിക്കാതെ പ്രവാചകനെതിരെ, ഇസ്ലാമിനെതിരെ എല്ലാവരുടെയും സമ്പത്ത് ചേർത്ത് വെച്ച് പ്രവാചകനും സ്വഹാബികളും ചോര നീരാക്കി മക്കയിൽ സമ്പാദിച്ച സമ്പാദ്യങ്ങളെ മുഴുവനും പിടിച്ചു വെച്ച് ആ സമ്പാദ്യത്തിൽ നിന്നും കച്ചവടം ചെയ്ത് അതിൽ നിന്നും പ്രവാചകനെതിരെ യുദ്ധം ചെയ്യാം എന്ന് കരുതി
അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ കച്ചവടത്തിന് പോയ സംഘം. ആ സംഘത്തെ തടയുക എന്ന ലക്ഷ്യവുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു ചെല്ലുകയും പിന്നീട് അവിടെ യുദ്ധത്തിനുള്ളൊരു സാഹചര്യമായി മാറുകയും ചെയ്തത് ചരിത്രമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുണ്ടായിരുന്നത് 313 317 വ്യത്യസ്തമായ റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാം. അത്രയും ആളുകളും 2 കുതിരകളും 70 ഒട്ടകങ്ങളും അവരുടെ കയ്യിൽ സ്ഥിരമായി ഉപയോഗിച്ചു പോന്നിരുന്ന വാളും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. മറുഭാഗത്താകട്ടെ 3 ഇരട്ടിയോളം ശക്തി വരുന്ന വലിയ 1000ഓളം വരുന്ന ആളുകൾ, 100ഓളം കുതിരകളും 170 ഒട്ടകങ്ങളും എല്ലാ പടക്കോപ്പുകളും എല്ലാ സംവിധാനങ്ങളും ഒരുക്കി യുദ്ധത്തിന് തയ്യാറായി വന്നൊരു കൂട്ടം ആളുകൾ. ഇതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്ത് ആലി ഇംറാനിലെ 13ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഖദ് കാന ലക്കും ആയത്തുൻ ഫീ ഫിഅതൈനിൽ തഖാത ഫിഅത്തുൻ തുഖാതിലു ഫീ സബീലില്ലാഹ് വ ഉഖറാ കാഫിറ. തീർച്ചയായും നിങ്ങൾക്ക് ചിലതിൽ ദൃഷ്ടാന്തമുണ്ട്. 2 ആളുകൾ തമ്മിൽ ഏറ്റുമുട്ടിയ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. തുഖാതിലു ഫീ സബീലില്ലാഹ്, ഫിഅത്തുൻ തുഖാതിലു ഫീ സബീലില്ലാഹ്, അതിൽ ഒരു വിഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന ആളുകളാണ്. വ ഉഖറാ കാഫിറ, മറ്റു ഭാഗമാകട്ടെ അവര് സത്യനിഷേധികളായ കാഫിരീങ്ങളായ ആളുകളാണ്. യറൗനഹും മിസ്ലൈഹിം റഅൽ ഐൻ വല്ലാഹു യുഈദു ബിനസ്രിഹി മൻ യശാഅ ഇന്ന ഫീ ദാലിക ലഇബ്റത്തിൻ ലിഉലിൽ അബ്സാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ശത്രുക്കൾക്ക്, മറുവിഭാഗം ശത്രുക്കൾക്ക്, വിശ്വാസികൾ അവർ ഇരട്ടിയിലധികമുണ്ട് എന്ന് തോന്നിപ്പിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു തആല സഹായം കൊണ്ട് പിൻബലം നൽകുകയും ചെയ്യുമെന്നും അതിൽ കണ്ണുകൊണ്ട് നോക്കിക്കാണുന്ന കണ്ണുള്ള ആളുകൾക്ക് ഗുണപാഠമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്. എന്താണ് അതിൽ നമുക്കുള്ള ഗുണപാഠം? അതും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് അൻഫാലിലെ 7-8 സൂക്തങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യുരീദുല്ലാഹു അൻ യുഹിഖൽ ഹഖ്ഖു ബികലിമതിഹി വയഖതഉ ദാബിറൽ കാഫിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നത് അല്ലാഹുവിന്റെ കൽപ്പനയെ, ആ സത്യത്തെ, അതിനെ പുലർത്തുവാനും സത്യനിഷേധികളുടെ മുരടിനെ തന്നെ മുറിച്ചു കളയുവാനുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നതെന്ന് അല്ലാഹു പറയുകയാണ്. ലിയുഹിഖൽ ഹഖ്ഖു വയുബ്തിലൽ ബാത്തിൽ വലൗ കരിഹൽ മുജ്രിമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യത്തെ പുലർത്തുന്നതിനും അസത്യത്തെ ഫലശൂന്യമാക്കി ഒന്നുമില്ലാതാക്കി തീർക്കുന്നതിനും വേണ്ടിയാണ്. അത് ദുഷ്ടന്മാരായ ആളുകൾക്ക് അത്തരത്തിലുള്ള, അത് എത്ര തന്നെ അനിഷ്ടകരമായാലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യത്തെ വിജയിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് സൂറത്തുൽ അൻഫാലിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടമായിരുന്നു യഥാർത്ഥത്തിൽ ബദറിൽ നടന്നത്. ഒരു വിഭാഗം സത്യത്തിന്റെ കക്ഷികളാണ് എന്നും മറുവിഭാഗം കാഫിരീങ്ങളായ അസത്യത്തിന്റെ ശക്തികളാണ് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഗണ്യതമായി നമുക്ക് ഈ വചനങ്ങളിലൂടെ പഠിപ്പിക്കുമ്പോൾ അവർ തമ്മിലുള്ള സത്യവും അസത്യവും തമ്മിലുള്ള ആ ഒരു വിവേചനം എന്തായിരുന്നു എന്നുള്ളത് നാം ആലോചിക്കുകയും ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് ബദറിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പുറപ്പെടാൻ കൽപ്പിക്കുകയും യുദ്ധത്തിന് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുമതി നൽകുകയും ചെയ്ത സാഹചര്യത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിരീങ്ങൾക്ക് നേരെ തിരിഞ്ഞിട്ട് പറയുന്നു, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? മുഹാജിരീങ്ങളായ ആളുകൾ പറയുന്നു, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ
എല്ലാ മക്കയിൽ ഉപേക്ഷിച്ച് അങ്ങയോടൊപ്പം ഇറങ്ങി വന്നവരാണ് ഞങ്ങൾ. അങ്ങയോടൊപ്പം ഏത് അറ്റം വരെയും ഏത് പ്രതിസന്ധിയെയും നേരിടാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ആ മുഹാജിരീങ്ങളായ ആളുകൾ അവിടെ പ്രഖ്യാപിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാരികളുടെ നേരെ തിരിയുകയാണ്. അൻസാരികളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അൻസാരികളായ ആളുകളിൽ നിന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് മുആദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, പ്രവാചകരെ, അങ്ങ് ഞങ്ങളെയും കൊണ്ട് ഏതെങ്കിലും പർവ്വതങ്ങളുടെ അറ്റം വരെ കടന്നു ചെല്ലുകയാണ് എങ്കിൽ അതെത്ര ക്ലേശങ്ങൾ നിറഞ്ഞ വഴിയായാലും ഞങ്ങൾ അങ്ങയോടൊപ്പം വരാൻ തയ്യാറാണ് എന്ന് ബൈഅത്ത് ചെയ്തവരാണ്. അങ്ങ് ഞങ്ങളെയും കൊണ്ട് സമുദ്രത്തിന്റെ ആഴിയിലേക്കാണ് കടന്നു ചെല്ലുന്നതെങ്കിൽ അവിടെ വരെയും അങ്ങയോടൊപ്പം വരാൻ ഞങ്ങൾ തയ്യാറാണ് പ്രവാചകരെ എന്ന് അൻസാരികളായ ആളുകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ് പ്രവാചകനെ ഉറപ്പ് നൽകുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ബദറിന്റെ രണഭൂമിയിൽ ആകാശങ്ങളിലേക്ക് കൈകൾ ഉയർത്തി പ്രവാചകന്റെ കക്ഷത്തിലെ വെള്ള കാണുമാറ് അത്രയും കൈകൾ ആകാശങ്ങളിലേക്ക് ഉയർത്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന്റെ രണഭൂമിയിൽ പ്രാർത്ഥിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രണഭൂമിയിൽ സുജൂദിൽ കിടന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നു. പ്രവാചകന്റെ തോളിലെ തട്ടം പോലും മാറിപ്പോയത് പ്രവാചകൻ അറിയുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ ആ തട്ടം ഇട്ടുകൊടുക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്, അല്ലാഹുവേ, സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടമാണ്. എന്റെ കൂടെയുള്ള ഈ സഖ്യം എന്ന് പറയുന്നത്, ഈ കൊച്ചാളുകൾ എന്ന് പറയുന്നത് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ഒരവസ്ഥയുമില്ലാതെ ആരുമില്ലാത്ത ഒരവസ്ഥയിൽ എന്നോടൊപ്പം കടന്നു വന്ന എനിക്ക് പിന്തുണ പ്രഖ്യാപിച്ച ഈ ആളുകൾ, ഞങ്ങളുടെ കയ്യിൽ ആയുധങ്ങളില്ല, ഞങ്ങളുടെ കയ്യിൽ ആൾഫലങ്ങളില്ല, ഞങ്ങളുടെ കയ്യിൽ കുതിരയോ ഒട്ടകങ്ങളോ ഇതെല്ലാം ഞങ്ങളുടെ കയ്യിൽ കുറവാണ്. പക്ഷേ അല്ലാഹുമ്മ ഇൻ തഖ്ലിക ഹാദിഹിൽ അസാബ, അല്ലാഹുവേ, നീയെങ്ങാനും ഈ കൊച്ചു സൈന്യത്തെ ഇവിടെ പരാജയപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പിന്നെ നിന്നെ ആരാധിക്കുവാൻ ഈ ഭൂമിയിൽ ഒരാളും തന്നെ അവശേഷിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോടായി സഹായത്തിന് കേണുകറിഞ്ഞ് അപേക്ഷിക്കുകയാണ്. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന്റെ രണഭൂമിയിൽ വെച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. ബദറിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാൻ ഈ ഭൂമിയിൽ ആദ്യമായി സ്ഥാപിക്കപ്പെട്ട കഅബാലയത്തിലേക്ക് കടന്നു ചെല്ലുന്നു. ആരാണ്? അബൂജഹൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുപക്ഷത്തിന്റെ സൈന്യത്തെ നയിച്ച സേനാനായകൻ അബൂജഹൽ കഅബയിലേക്ക് കടന്നു ചെന്ന് കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഇൻ കാന ഹാദാ ഹുവൽ ഹഖ് മിൻ ഇൻദിക ഫഅംതിർ അലൈനാ ഹിജ്റതൻ മിനസ് സമാ ഔ ഇതഇനാ ബിഅസാബിൻ അലീം. ബുഖാരിയിൽ സ്വഹീഹായി ഉദ്ധരിക്കുന്ന ഹദീസാണ്. അതാ അബൂജഹൽ കഅബയുടെ കില്ല പിടിച്ച് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ, ഇൻ കാന ഹാദാ ഹുവൽ ഹഖ് മിൻ ഇൻദിക ഫഅംതിർനാ അലൈക ഹിജാറതൻ മിനസ് സമാ. സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടത്തിൽ ഞങ്ങളുടെ പക്ഷത്ത് സത്യമില്ല എങ്കിൽ, ഞങ്ങൾ അസത്യത്തിന്റെ കക്ഷികളാണ് എങ്കിൽ, ഞങ്ങളുടെ ഭാഗത്ത് ഒരു നീതിയുമില്ല എങ്കിൽ ഞങ്ങളെ നീ ആകാശത്ത് നിന്ന് ചരൽ മഴ വർഷിപ്പിച്ചുകൊണ്ട് നശിപ്പിക്കണേ എന്ന് അബൂജഹൽ പ്രാർത്ഥിക്കുകയാണ്. ചരൽ മഴ വർഷിപ്പിച്ചുകൊണ്ട് ആളുകളെ നശിപ്പിച്ചത്, ശത്രുക്കളെ നശിപ്പിച്ചത് കണ്ണുകൊണ്ട് കണ്ടവരായിരുന്നു മക്കയിലെ ആളുകൾ. കഅബാലയം തകർക്കാൻ വന്ന അബ്രഹത്തിന്റെ സംഘത്തെ അല്ലാഹു തആല തകർത്ത ചരിത്രം ഇത് കണ്ണുകൊണ്ട് കണ്ട അബൂജഹലും കൂട്ടരും ഇത് കണ്ണുകൊണ്ട് കാണുകയും പിന്നീട് പൂർവികരായ ആളുകളിൽ നിന്നും വല്യപ്പമാരിൽ നിന്നും കേൾക്കുകയും ചെയ്ത മക്കയിലെ മുശ്രിക്കീങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ചരൽ മഴ കൊണ്ട് ഞങ്ങളുടെ മേലെ വർഷിപ്പിച്ച് ഞങ്ങളെ നശിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, അബൂജഹല് ബദറിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്നത്, കഅബയുടെ കില്ല പിടിച്ച് പ്രാർത്ഥിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടായിരുന്നു. അബൂജഹൽ പ്രാർത്ഥിച്ചിരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം
ബദറിന്റെ രണഭൂമിയിൽ കിടന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതും അല്ലാഹു സുബ്ഹാനഹു വ തആലയോടായിരുന്നു. പിന്നെ എന്തായിരുന്നു ബദറിൽ ഖുറൈശികളായ മക്കയിലെ മുശ്രിക്കീങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമും അവിടുത്തെ സ്വഹാബികളും തമ്മിലുള്ള അഭിപ്രായപരമായ വ്യത്യാസം, അവർ തമ്മിലുള്ള ആദർശപരമായ വ്യത്യാസം എന്തായിരുന്നു? ഇരുവരും അല്ലാഹുവിനോടാണ് പ്രാർത്ഥിക്കുന്നത് എങ്കിൽ രണ്ട് മേശക്കപ്പുറത്തിരുന്ന് സംസാരിച്ചാൽ തീർത്താൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുവെങ്കിൽ അവർക്കങ്ങനെ ആകാമായിരുന്നല്ലോ. യുദ്ധത്തിലേക്ക് നയിച്ച സാഹചര്യം എന്താണ് ഉണ്ടായത്? അതിനെ സംബന്ധിച്ച് അല്ലാഹു തആല ഹഖും ബാത്തിലും തമ്മിലുള്ള യുദ്ധമാണ് എന്ന് പ്രതിപാദിക്കുവാനുണ്ടായ കാരണം എന്താണ്? എന്ത് ബാത്തിലാണ് അവിടെ മക്കയിലെ മുശ്രിക്കീങ്ങളിൽ ഉണ്ടായത് എന്നുള്ളത് നാം ആലോചിക്കേണ്ട കാര്യമാണ്. മക്കയിലെ മുശ്രിക്കീങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രബോധന ദൗത്യമേറ്റെടുത്തുകൊണ്ട് പ്രവാചകൻ അവിടുത്തെ ആളുകൾക്കിടയിൽ ഇറങ്ങി പ്രബോധനം ചെയ്യുമ്പോൾ അവരെല്ലാം ചോദിച്ചിരുന്ന ചോദ്യമുണ്ട്, അജഅല ആലിഹതൻ ഇലാഹൻ വാഹിദ. ഇവിടെ ലാത്തയുണ്ട്, ഉസ്സയുണ്ട്, മനാത്തയുണ്ട്, ഇബ്രാഹിമുണ്ട്, ഇസ്മായിലുണ്ട് അലൈഹിസ്സലാത്തു വസ്സലാം. ഈ പ്രവാചകന്മാരൊക്കെ അല്ലാഹ് കൊടുത്ത കഴിവിൽ നിന്നും അവരോട് ഞങ്ങൾ സഹായം ചോദിക്കും, ഞങ്ങൾ അല്ലാഹുവിനോടും പ്രാർത്ഥിക്കും. അല്ലാഹുവിന് പുറമെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് കഴിവ് കൊടുത്ത ആ കഴിവിൽ നിന്നുകൊണ്ട് ഈ മഹത്തുക്കളായ ആളുകളോടും ഞങ്ങൾ പ്രാർത്ഥിക്കും. ഈ പ്രാർത്ഥിക്കുന്ന ആളുകളെയെല്ലാം ഒറ്റയാക്കുകയാണോ, ഒരാളാക്കി തീർക്കുകയാണോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മക്കയിലെ മുശ്രിക്കീങ്ങൾ ചോദിക്കുകയാണ്. ഇൻ ഹാദാ ലശയ്യുൻ ഉജാബ്. ഈ ഒരു കാര്യമാകട്ടെ അത്ഭുതമുള്ള, വളരെയധികം അത്ഭുതമുള്ള കാര്യമാകുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മക്കയിലെ മുശ്രിക്കീങ്ങൾ പറയുകയാണ്. അതായിരുന്നു യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമും മക്കയിലെ മുശ്രിക്കീങ്ങളും തമ്മിലുണ്ടായിരുന്ന വ്യത്യാസം. അവര് വാദിച്ചിരുന്നത് ഞങ്ങൾ ലാത്തയോടും ഉസ്സയോടും മനാത്തയോടും ഇബ്രാഹിം നബിയോടും ഇസ്മായിൽ നബിയോടും അല്ലാഹ് കൊടുത്ത കഴിവിൽ നിന്നും അവരെ തവസ്സുൽ ചെയ്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും, അവരോട് ഇസ്തിആസ് നടത്തി ഞങ്ങൾ പ്രാർത്ഥിക്കും, അവരോട് പല നിലയിലും ഞങ്ങൾ പ്രാർത്ഥനകളും നേർച്ച വഴിപാടുകളും നടത്തും, ഞങ്ങൾ അല്ലാഹുവിനോടും പ്രാർത്ഥിക്കും എന്നുള്ളതായിരുന്നു അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം. ആകാശങ്ങളെ സൃഷ്ടിച്ചത് അല്ലാഹു ആണ് എന്നുള്ള കാര്യത്തിൽ അബൂജഹലിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. ഭൂമിയെ സംവിധാനിച്ചത് അല്ലാഹു ആണ് എന്നുള്ളതിന് മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമ്മളോട് പറയുന്നുണ്ട്, ആകാശങ്ങളെ ഭൂമികളെ സംവിധാനിച്ചത് സൃഷ്ടിച്ചത് ആരാണ് എന്ന് ആ മുശ്രിക്കീങ്ങളായ ആളുകളോട് ലാത്തയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, ഉസ്സയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, മനാത്തയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മുശ്രിക്കീങ്ങളോട് ചോദിച്ചു നോക്കുക. അപ്പോൾ അവർ പറയും ലയഖൂലൂനല്ലാഹ്, അതെല്ലാം സംവിധാനിക്കുകയും സൃഷ്ടിക്കുകയും എല്ലാം ചെയ്തത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്ന് ആ ആളുകൾ പറയുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുകയാണ്, പ്രഖ്യാപിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് സൃഷ്ടാവ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് റബ്ബ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നവൻ എന്ന കാര്യങ്ങളിലൊന്നും ഒരഭിപ്രായ വ്യത്യാസവും മക്കയിലെ മുശ്രിക്കീങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രമേ ആരാധിക്കാവൂ, അവനോടുള്ള പ്രാർത്ഥനയിൽ, അവനോടുള്ള ആരാധനയിൽ ഒരാളെയും പങ്കു ചേർക്കുവാൻ പാടില്ല എന്നുള്ളതായിരുന്നു അവർ തമ്മിലുള്ള വ്യത്യാസം. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചത്. ഖുൽ, പ്രവാചകരെ അങ്ങ് പറയണം, ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ, ഞാൻ എൻ്റെ രക്ഷിതാവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുകയുള്ളൂ, അവനോടുള്ള പ്രാർത്ഥനയിൽ ഒരാളെയും ഞാൻ പങ്കു ചേർക്കുകയില്ല എന്ന പ്രഖ്യാപനം പ്രഖ്യാപിക്കുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു. വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു, ഉദ്ഉനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിലീൻ. നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാം. എന്നോടുള്ള പ്രാർത്ഥനയിൽ എന്നോട് പ്രാർത്ഥിക്കാതെ മറ്റുള്ള ശക്തികൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് അഹങ്കാരം നടിച്ചുകൊണ്ട് തിരിഞ്ഞു കളയുന്നവരാരോ അവർ നിന്ദ്യരായിക്കൊണ്ട് നരകത്തിൽ പ്രവേശിക്കുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പഠിപ്പിക്കുകയാണ്, പറയുകയാണ്. ഇതായിരുന്നു
അടിസ്ഥാനപരമായി മക്കയിലെ മുശ്രിക്കീങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമും തമ്മിലുണ്ടായിരുന്ന വ്യത്യാസം നാം ആലോചിക്കുക, നമ്മൾ ചിന്തിക്കുക. ഇന്നിന്റെ ഈ കാലഘട്ടത്തിൽ ബദ്രീങ്ങളുടെ പേരിൽ ബദർ ദിനമാകുമ്പോ നേർച്ച കൊണ്ടാടുന്നവർ, ആണ്ട് കൊണ്ടാടുന്നവർ, ബദ്രീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ, ബദ്രീങ്ങളുടെ പേരിൽ മൗലൂദ് ഓതുന്നവർ, അവരതിലൂടെയൊക്കെ പറയുന്ന വരികൾ എന്താണ്? അവരതിലൂടെയൊക്കെ തേടുന്ന കാര്യം എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശത്തിന് പുറമെ, അതേപോലെ ബദ്രീങ്ങൾ കാണിച്ചു തന്ന ആദർശത്തിന് പുറമെയുള്ള ആദർശമാണ് ഇത്തരം ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇത്തരം ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഗുണങ്ങൾ നേടുവാൻ, കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ, സ്വർഗത്തിലൊന്നായി തീരുവാൻ ബദ്രീങ്ങളെ തുണറബ്ബന, ബദ്രീങ്ങളെ വിളിച്ചുകൊണ്ട് തവസ്സുൽ ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ബലാവും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദ്രീങ്ങളെ ബർക്കത്തിനാൽ യമകാക്കണം യാ റബ്ബന. ബദർമാലയിലൂടെ പറയുന്ന അപകടകരമായ വരികളാണ് നമ്മൾ ഇവിടെ കേട്ടത്. പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിന്റെ രണഭൂമിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച വേദനയുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കൾ കുഴിച്ചു വെച്ച കിടങ്ങിലേക്ക് വീഴുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻപല്ലുകൾ പൊട്ടുകയും ചെയ്ത സന്ദർഭങ്ങൾ ഉഹദിന്റെ രണഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്. ആ സമയങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായിരുന്ന ഇടങ്ങേറുകൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായിരുന്ന മുസീബത്തുകൾ, ആ മുസീബത്തുകളിൽ നിന്നും കരകയറാൻ മരിച്ചുപോയ ശുഹദാക്കളായ ബദർ പങ്കെടുത്ത ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് നമുക്ക് ഇടതേടാമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നോ എന്ന് നാം ആലോചിക്കണം. ഈ ബദർമാലയിൽ തന്നെ പ്ലേഗ്, വസൂരി പോലെയുള്ള രോഗങ്ങളിൽ നിന്നും മാറുവാനും, അതേപോലെ പട്ടിണിയിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും കടങ്ങളിൽ നിന്നും കരകയറുവാനും ബദരീങ്ങളുടെ നാമങ്ങൾ ഉച്ചരിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഈ മാലയിലൂടെ പറയുകയും ബദരീങ്ങളുടെ നാമങ്ങൾ വീടുകളിൽ കൊത്തിവെക്കുകയും അത്തരത്തിൽ വീടുകൾ ദാരിദ്ര്യം വരാതിരിക്കുവാൻ ബദരീങ്ങളുടെ നാമങ്ങൾ കൊത്തിവെക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. നാം ആലോചിക്കേണ്ടത്, പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മരണപ്പെടുന്ന നേരത്തെ അവിടുന്ന് ജൂതന്റെ അടുക്കൽ കൊണ്ടുപോയി പടയെങ്കി പണയം വെച്ച് പട്ടിണി അകറ്റിയിരുന്നതാണ് നമ്മൾ ചരിത്രത്തിൽ വായിച്ചത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ബദറിൽ പങ്കെടുത്ത ബദരീങ്ങളായിരുന്നില്ലേ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഒരുപാട് കടങ്ങൾ ഉണ്ടായിരുന്നു. ആ കടങ്ങൾ വീട്ടുവാൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വസിയത്ത് പ്രകാരം വീട് വിൽപ്പന നടത്തിയാണ് അവിടുത്തെ കുടുംബം അവിടുത്തെ കടങ്ങൾ വീട്ടിയിരുന്നത് എന്ന് നമുക്ക് ചരിത്രത്തിൽ ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മഹാനായ മിസ്അബ് റളിയല്ലാഹു അൻഹു ബദരീങ്ങളിൽ പങ്കെടുത്ത ബദരീങ്ങളായ സ്വഹാബിയാണ്. ആ മിസ്അബ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ട് കിടക്കുമ്പോൾ അവിടുന്ന് ദാരിദ്ര്യത്തിലായിക്കൊണ്ട് മരണപ്പെട്ടിരുന്നു. ഒന്ന് പുതപ്പിക്കുവാൻ കഫം പുടവ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തികഞ്ഞില്ല. കാലിന്റെ ഭാഗത്ത് പുല്ലുകൊണ്ട് മറച്ചിട്ട് വിതുമ്പിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ധനികനായി ജീവിച്ചിരുന്ന അവസാനം ദരിദ്രനായി മരിച്ച മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ മറമാടുമ്പോ, പ്രിയപ്പെട്ടവരെ, അവിടുന്ന് ദാരിദ്ര്യം അനുഭവിച്ചപ്പോ ഒരിക്കൽ പോലും ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് ഇടതേടുവാനോ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് സഹായം തേടുവാനോ ഇവരാരും തയ്യാറായിരുന്നില്ല, ഇവരാരും അപ്രകാരം ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് നാം ആലോചിക്കുകയും ചിന്തിക്കുകയും ബദറിൽ ബദരീങ്ങളുടെ സന്ദേശമായി നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യേണ്ട കാര്യം അതാണ്. അതേപോലെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള എത്രയോ സ്വഹാബികൾ അവർ വസൂരി ബാധിച്ചുകൊണ്ട്, പ്ലേഗ് ബാധിച്ചുകൊണ്ട്, മാറാരോഗങ്ങൾ ബാധിച്ചുകൊണ്ട് അവരെ മരണപ്പെടുകയുണ്ടായി. ആ സമയങ്ങളിലൊന്നും അവരാരും തന്നെ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് ഇത്തരത്തിൽ ബദർമാല ചൊല്ലി, അതല്ലെങ്കിൽ ഇത്തരത്തിൽ ബദരീങ്ങളെ വിളിച്ച് തവസ്സുൽ ചെയ്ത് ഇസ്തിആസ നടത്തി പ്രാർത്ഥിച്ചതായിട്ട് ഒരു വരി പോലും നമുക്കെവിടെയും കാണുവാൻ സാധ്യമല്ല. ബദരീങ്ങൾ പഠിപ്പിച്ച ആദർശം, ആ ആദർശത്തിൽ എവിടെയാണ് നമ്മൾ നിലകൊള്ളുന്നത് എന്നുള്ളതാണ് നാം ആലോചിക്കേണ്ടത്. രണ്ട് ആദർശങ്ങൾ തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു. ഒന്നാമത്തെ ആദർശം അത് അബൂജഹലിന്റെ ആദർശമാണ്. അള്ളാഹുവിനോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നതോടൊപ്പം ലാത്തയോടും മുസ്സയോടും മനാത്തയോടും മരിച്ചുപോയ മഹാന്മാരായ ആളുകളോടും വിളിച്ചു പ്രാർത്ഥിക്കുകയും സഹായഭ്യർത്ഥിക്കുകയും നേർച്ച വഴിപാടുകൾ നടത്തുകയും ചെയ്യുമെന്ന വാദം. രണ്ടാമത്തത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാദം. ഏത് ഇടങ്ങേറിലും, ഏത് പ്രയാസത്തിലും, ഏത് പ്രതിസന്ധിയിലും, ഏത് കടലിലകപ്പെട്ടാലും അള്ളാഹുവിനെ മാത്രമേ വിളിക്കുകയുള്ളൂ. അവിടെ നിന്ന് അള്ളാഹുവിന് പുറമെ
ഒരു ശക്തിയെയോ ഒരു വ്യക്തിയെയോ വിളിക്കുകയില്ല എന്ന് പറയുന്ന ആദർശം. ഈ രണ്ട് വാദങ്ങളിൽ ഏത് വാദങ്ങളോടൊപ്പമാണ് നമ്മൾ നിൽക്കേണ്ടത് എന്നുള്ളത് നാം ഓരോരുത്തരും ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്ത് ബദ്രീങ്ങളുടെ പക്ഷത്ത് അണിചേരുവാൻ, ബദ്രീങ്ങളുടെ ആദർശത്തെ മുറുകെ പിടിക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയാകുമ്പോ നമ്മുടെ ജീവിതങ്ങളിൽ വിജയമുണ്ടാകും. അങ്ങനെയാകുമ്പോ ബദ്രീങ്ങൾക്കുണ്ടായ പോലെയുള്ള വിജയം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രയാസങ്ങൾക്ക് മുമ്പിൽ അല്ലാഹു തആല അത്തരത്തിലുള്ള വിജയങ്ങൾ നമുക്ക് സമ്മാനിക്കും. അല്ലാഹു തആല സൂറത്ത് ആലി ഇംറാൻ 123 മുതൽ 25 വരെയുള്ള വചനങ്ങളിൽ ബദറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങളെ വിജയിപ്പിച്ച കാര്യം പ്രഖ്യാപിക്കുന്നുണ്ട്. വലഖദ് നസറക്കുമുല്ലാഹു ബിബദറിൻ വഅൻതും അദില്ല ഫത്തഖുല്ലാഹ് ലഅല്ലക്കും തഷ്കുറൂൻ. നിങ്ങൾ നന്ദി കാണിക്കുന്നില്ലേ? നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. തീർച്ചയായും നാം ബദറിൽ നിങ്ങൾ ന്യൂനപക്ഷമായിരുന്ന സമയത്ത്, നിങ്ങൾ ഒന്നുമില്ലാതിരുന്ന അവസ്ഥയിൽ നിങ്ങളെ നാം സഹായിച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. വഇദ തഖൂലു ലിൽ മുഅ്മിനീന അലൻ യക്ഫീകും അൻ യുമിദ്ദുകും റബ്ബുകും ബിസലാസതി ആലാഫിൻ മിനൽ മലായികതി മുൻസിലീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, പ്രവാചകരെ, വിശ്വാസികളായ സ്വഹാബകളോട് അങ്ങ് പറഞ്ഞില്ലേ 3000 മലായികത്തുകളെ നിങ്ങൾക്ക് മതിയോ അല്ലാഹുവിങ്കിൽ നിന്നുള്ള സഹായത്തിന് എന്ന് താങ്കൾ വിശ്വാസികളായ ആളുകളോട് ചോദിച്ചില്ലേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ പറഞ്ഞ സന്ദർഭത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ബലാ ഇൻ തസ്ബിറു വതത്തഖു വയഅതുകും മിൻ ഫൗരിഹിം ഹാദാ യുമിദ്ദുകും റബ്ബുകും ബിഖംസതി ആലാഫിൻ മിനൽ മലായികതി മുസവ്വിമീൻ. ആകാശത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല 5000 മലായികത്തുകളെ ഇറക്കിക്കൊണ്ട് ആ സ്വഹാബികളെ സഹായിച്ചു, പ്രവാചകനെ സഹായിച്ചു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ ആ ബദ്രീങ്ങളുടെ സവിശേഷതയായിക്കൊണ്ട് അല്ലാഹു തആല അവിടെ എടുത്തു പറഞ്ഞത് ഇൻ തസ്ബിറു വതത്തഖു, അവർ ക്ഷമിക്കുകയും അവരെ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരായിരുന്നു എന്ന് ആ ബദ്രീങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അവര് തഖ്വയുള്ളവരായിരുന്നു, അവര് ക്ഷമിക്കുന്നവരായിരുന്നു എന്നുള്ളതാണ്. നോമ്പിന്റെ പാഠമായി, വ്രതത്തിന്റെ പാഠമായി റമദാനിൽ നമ്മൾ നേടിയെടുക്കേണ്ടതായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചത് അത് തഖ്വയാണ്. ആ തഖ്വയാണ് ജീവിതത്തിലെ വിജയത്തിന് ആധാരമായിട്ടുള്ളത്. ആ തഖ്വയിലൂടെയാണ് ബദ്രീങ്ങൾ വിജയം നേടിയത്. ആ തഖ്വ നമുക്ക് മുന്നിൽ അടഞ്ഞ വഴികൾ ആ തഖ്വയിലൂടെ തുറക്കപ്പെടുമെന്നുള്ളതാണ്. സൂറത്ത് ത്വലാഖിൽ അല്ലാഹു തആല പറയുന്നു, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖറജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബു. അല്ലാഹു തആല പറയുകയാണ്, വമൻ യത്തഖില്ലാഹ, ആരാണോ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നത്, ആരാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിന്ന് അല്ലാഹുവിനെ പരിപൂർണമായി സൂക്ഷിച്ച് അല്ലാഹുവിൽ ബരമേൽപ്പിച്ച് അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നത്, യജ്അൽ ലഹു മഖറജ, അവന് മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പോംവഴികൾ തുറക്കപ്പെടും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായങ്ങൾ നൽകും. വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ ആരാണോ ബരമേൽപ്പിക്കുവാൻ തയ്യാറായിട്ടുള്ളത് അവന് അല്ലാഹു മതി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോ അല്ലാഹുവിൽ ബരമേൽപ്പിക്കുവാൻ നമുക്ക് കഴിയണം. നിർഭയത്വമുള്ള വിശ്വാസത്തിന്റെ ഉടമകളായി മാറുവാൻ കഴിയണം. അതാണ് ബദ്രീങ്ങൾ നമുക്ക് കാണിച്ചു തന്ന മറ്റൊരു പാഠം എന്ന് പറയുന്നത്. അവരിൽ തഖ്വയുണ്ടായിരുന്നു, അവരിൽ ക്ഷമയുണ്ടായിരുന്നു, അവരിൽ അത്തരത്തിൽ അല്ലാഹുവിൽ ബരമേൽപ്പിക്കുന്ന തവക്കുൽ അവരിൽ ഉണ്ടായിരുന്നു. ഇതെല്ലാം അവരിൽ ഒത്തുവന്നപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം അവരിലേക്കുണ്ടായത് എന്നുള്ളത് നാം ആലോചിക്കണം. ആ ബദ്രീങ്ങൾ ബദർ കഴിഞ്ഞ് ബദറിൽ വിജയിച്ച് തിരിച്ചു പോകുമ്പോ ഖുറൈശികളായ ആളുകൾ, മക്കയിലെ മുശ്രിക്കീങ്ങളായ ആളുകൾ ആ ബദ്രീങ്ങളെ വെല്ലുവിളിച്ചിട്ടായിരുന്നു പോയിരുന്നത്. അങ്ങനെ ഉഹദിന് മുമ്പ് രണ്ടാമതൊരു ബദറിന് കളമൊരുങ്ങുന്നുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ. എന്നാൽ അത് നടക്കുന്നില്ല. ആ കളമൊരുങ്ങുന്ന സാഹചര്യത്തിൽ അതിനുവേണ്ടി സ്വഹാബികൾ തയ്യാറ് ചെയ്യുമ്പോ
അതാ മുനാഫിഖീങ്ങളായ ആളുകൾ അവരുടെ അടുക്കലേക്ക് വന്നിട്ട് പറയുന്നു, അല്ലദീന ഖാലുന്നാസ് അല്ലദീന ഖാല ലഹുന്നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലക്കും. ആ മുനാഫിഖീങ്ങളായ ആളുകൾ വന്ന് പറയുന്നു, ഇന്നന്നാസ ഖദ് ജമഉ ലക്കും, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ബദറിലുള്ള ആളുകളല്ല കേട്ടോ വരുന്നത്, മറിച്ച് മുഴുവൻ ഗോത്രങ്ങളെയും കൂട്ടി, മുഴുവൻ ജൂത ഗോത്രങ്ങളെയും കൂട്ടി, ക്രൈസ്തവരെ കൂട്ടി, ആരെയൊക്കെ കൂട്ടാൻ കഴിയുമോ ആ മുഴുവൻ സഖ്യകക്ഷികളെയും കൂട്ടിക്കൊണ്ടാണ് ആ ആളുകൾ വരുന്നത്. അതുകൊണ്ട് ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും, നിങ്ങൾ അവരെ ഭയപ്പെടണം, അവർ നിസ്സാരക്കാരല്ല എന്ന് ശത്രുവിനെ കാണിച്ച്, ശത്രുവിന്റെ വലിപ്പം കാണിച്ച് വിശ്വാസികളായ ബദരീങ്ങളായ ബദറിൽ പങ്കെടുത്ത സ്വഹാബികളെ ഭയപ്പെടുത്തുവാൻ മുനാഫിഖീങ്ങളായ ആളുകൾ ശ്രമിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നുകൊണ്ട് പറയുന്നു, ഫസാദഹും ഈമാന, അവരുടെ ഈമാൻ വർദ്ധിക്കുകയാണ്. വഖാലു ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ, അവരെ ഉച്ചസ്ഥലം പ്രഖ്യാപിക്കുകയാണ്, ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ, ഞങ്ങൾക്ക് ബരമേൽപ്പിക്കുവാൻ അല്ലാഹു മതി, അവനെക്കാളും ബരമേൽപ്പിക്കുവാനുള്ള ഉത്തമനായിട്ടുള്ള ആരുമില്ല എന്ന് ആ വിശ്വാസികളായ ബദരീങ്ങളായ ആളുകൾ പ്രഖ്യാപിക്കുകയാണ്. പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ, പ്രയാസത്തിന്റെ ഘട്ടങ്ങളിൽ നമുക്കുണ്ടാകേണ്ട വിശ്വാസമാണ് ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. ഇവിടെ ബദരീങ്ങൾ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള മാതൃക. ഏത് ഘട്ടങ്ങളിലും നമുക്ക് അത്തരത്തിലുള്ള ഒരു വിശ്വാസം വേണം. കടങ്ങൾ കൊണ്ട് വലയുകയാണോ, സാമ്പത്തിക മാന്ദ്യം അനുഭവിക്കുകയാണോ, കച്ചവടത്തിൽ നഷ്ടമാണോ, മക്കളെ കൊണ്ട് പരീക്ഷിക്കപ്പെടുകയാണോ, പലവിധത്തിലുമുള്ള പ്രയാസങ്ങൾ രോഗം കൊണ്ട് വലയുകയാണോ, മാനസികമായി തകർന്നിരിക്കുകയാണോ, അല്ലാഹു തആല പറയുകയാണ് ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ എന്ന് പ്രഖ്യാപിക്കുവാൻ, അല്ലാഹ് മതി എനിക്ക് ബരമേൽപ്പിക്കുവാൻ എന്ന പ്രഖ്യാപനമാണ് ആ ഘട്ടങ്ങളിൽ നമുക്കുണ്ടാകേണ്ടത്. ഇങ്ങനെയുള്ള വലച്ചിലുകളിൽ നമ്മൾ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുകയാണ് എങ്കിൽ അല്ലാഹു നമ്മുടെ മുമ്പിൽ പോം വഴി തുറന്നു തരിക തന്നെ ചെയ്യുമെന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പ്രഖ്യാപിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച കഷ്ടതകൾ എത്രയാണ്. മക്കയിൽ അവിടെ നിന്ന് അനുഭവിച്ച കഷ്ടതകൾ, നടക്കുന്ന വഴിയിലൂടെ കല്ലുകളും മുള്ളുകളും കുപ്പികളും ചില്ലുകളും അതേപോലെയുള്ള ചപ്പുചവറുകളും ഇട്ട് പ്രവാചകനെ തടസ്സപ്പെടുത്തി, നമസ്കരിക്കുമ്പോൾ ഒട്ടകത്തിന്റെ ചീഞ്ഞ കുടൽമാല കൊണ്ടുപോയിട്ട് സുജൂദിൽ നിന്നും എഴുന്നേൽക്കാൻ കഴിയാത്ത വിധത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്നിട്ടുണ്ട്. പച്ചിലകൾ ഭക്ഷിച്ച് ശഅബി താലിബിന്റെ മലഞ്ചെരുവിൽ പ്രവാചകനും സ്വഹാബികളും കിടന്നിട്ടുണ്ട്. ജനിച്ച വീട്ടിൽ നിന്നും കളിച്ച മണ്ണിൽ നിന്നും നാട് വിട്ടു പോകേണ്ട അവസ്ഥ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വന്നിട്ടുണ്ട്. ഇതെല്ലാം ജീവിതത്തിൽ ഉണ്ടാകുമ്പോ അല്ലാഹുവെ സൂക്ഷിച്ച് അല്ലാഹുവിൽ ബരമേൽപ്പിച്ച് ജീവിച്ചതിന്റെ ഫലമായിരുന്നു അവസാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബദറിലുണ്ടായ വിജയം. അതിന്റെ എല്ലാറ്റിന്റെയും അവസാനമായി മക്കയിൽ വിജയം ഉണ്ടാക്കി കൊടുത്ത് ആ ശത്രുക്കളെ പോലും പ്രവാചകന്റെ കാൽക്കീഴിലേക്ക് കൊണ്ടുവരുന്ന തരത്തിൽ വിപ്ലവകരമായ വിജയം അല്ലാഹു തആല നൽകിയത് ഈ തവക്കുലിന്റെ ഫലമാണ്. ഒരു നഷ്ടമുണ്ടാകുമ്പോ, ഒരു പ്രയാസമുണ്ടാകുമ്പോ, ഒരു പരീക്ഷണമുണ്ടാകുമ്പോ നമ്മൾ പലരും തകർന്നു പോകാറുണ്ട്, നമ്മൾ പലരും തളർന്നു പോകാറുണ്ട്. മക്കയിൽ നിന്നും പ്രവാചകൻ നാട് വിട്ടു പോയത് കൊണ്ടാണ് തിരിച്ച് മക്കയിലേക്ക് വിജയം പ്രഖ്യാപിക്കുവാൻ വേണ്ടി മക്കയിലേക്ക് വരുന്ന സാഹചര്യം പ്രവാചകൻ ഉണ്ടായത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ആ ജനിച്ച നാടും മണ്ണും വിട്ട് പോകേണ്ട അവസ്ഥ വന്നത് കൊണ്ടാണ് ബദറിൽ അല്ലാഹു തആല വിജയം നൽകിയത്. നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോ ഇന്ന മഅൽ ഉസ്രി യുസ്റ, തീർച്ചയായും ഒരു പ്രയാസത്തിനോടൊപ്പം എളുപ്പമുള്ള മാർഗങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ്. ആ എളുപ്പം ഉണ്ടാകണമെങ്കിൽ, നമുക്ക് മുമ്പിൽ ആ എളുപ്പങ്ങൾ തുറക്കണമെങ്കിൽ അല്ലാഹുവിൽ ബരമേൽപ്പിക്കാൻ നമുക്ക് സാധിക്കണം. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കണം. ക്ഷമ കൈക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. അതാണ് നമുക്ക് ബദരീങ്ങൾ പഠിപ്പിച്ചു തരുന്ന പാഠം. ബദരീങ്ങളുടെ ആദർശത്തിൽ അടിയുറച്ച് ബദരീങ്ങൾ പഠിപ്പിച്ചതുപോലെ ക്ഷമിക്കുവാൻ, ബദരീങ്ങൾ പഠിപ്പിച്ചതുപോലെ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. നാഥൻ അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹദഹു വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅലാ സ്വഹാബത്തിഹി അജ്മഈൻ വബഅദ്. വസീക്കും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണേ എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്.
പരിശുദ്ധമായ റമദാൻ മാസമാണ്. റമദാൻ പകുതി കഴിഞ്ഞു. രണ്ടാമത്തെ പത്തിലാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊന്ന് ആലോചിക്കുക. ഒന്നാമത്തെ ദിവസം ചില മാറ്റങ്ങളൊക്കെ ജീവിതത്തിൽ വരുത്തണം എന്ന ആഗ്രഹത്തിലാണ് നാം പലരും റമദാൻ ആരംഭിച്ചത്. ഈ ദിവസം എത്തി നിൽക്കുമ്പോൾ ആ ഒരു ആഗ്രഹത്തിന് എന്തടിസ്ഥാനമുണ്ടായിരുന്നു എന്നുള്ളത് നാം ആലോചിക്കുകയും ഒന്നാമത്തെ ദിവസമുണ്ടായിരുന്ന ആ സൂക്ഷ്മതയും ഭയഭക്തിയും ഇന്ന് നമ്മളിൽ ഉണ്ടോ എന്ന് നാം സ്വയം പരിശോധിക്കുകയും ചെയ്യുക. റമദാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരട്ടിയാക്കി നമുക്ക് ഓരോ പ്രവർത്തനത്തിനും പ്രതിഫലം അല്ലാഹു തആല ഏറ്റിത്തരുമെന്നുള്ളതാണ്. ജുമാ ദിവസത്തിന്റെ പ്രത്യേകത അറിയാത്തവരല്ല നമ്മൾ. ജുമാ ദിവസം ജുമായിൽ പങ്കെടുക്കുന്ന ആളുകളുടെ പേരുകൾ മലായിക്കത്തുകൾ രേഖപ്പെടുത്താൻ അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ മലായിക്കത്തുകൾ ഉണ്ടാകും. ഇമാം മിമ്പറിലേക്ക് കയറുമ്പോൾ ആ മലായിക്കത്തുകൾ ആ ഗ്രന്ഥം അടച്ചു വെച്ച് അവർ ഇമാമിന്റെ ഖുത്ബ ശ്രവിക്കുവാൻ ഇരിക്കുമെന്നുള്ളതാണ്. ആ മലായിക്കത്തുകളുടെ ജുമായിൽ പങ്കെടുത്തവരുടെ പട്ടിക ആ മലായിക്കത്തുകൾ തയ്യാർ ചെയ്തപ്പോൾ ആ പട്ടികയിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ പലരും ഒന്ന് ആലോചിക്കുക. ആ ജുമാ ദിവസം അതിന് നേരത്തെ കൂട്ടി ഒരുങ്ങി തയ്യാർ ചെയ്ത് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നേരത്തെ വരാനുള്ളൊരു ശ്രമം നമ്മൾ നടത്തണം. അത് എല്ലാ ജുമായിലും നടത്തേണ്ടതാണ്. പ്രത്യേകിച്ച് ഈ റമദാനിൽ എങ്കിലും നമ്മൾ അത് നടത്താൻ അത് ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ റമദാനിൽ അവിടുന്ന് ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിനെ സംബന്ധിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിച്ചത് കാറ്റടിച്ച് വീശുന്നത് പോലെ പ്രവാചകൻ ദാനധർമ്മങ്ങൾ ചെയ്യുമായിരുന്നു എന്നുള്ളതാണ്. അത്രയും സ്വതക്കകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വർദ്ധിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ അല്ലാഹുവിന്റെ ഭവനങ്ങൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കുവാൻ വേണ്ടി നിർമ്മിച്ച ഭവനം, ആ ഭവനങ്ങൾക്ക് വേണ്ടി സ്വതക്കകൾ നൽകുവാൻ നമ്മൾ തയ്യാറാവണം. പ്രത്യേകിച്ച് റമദാനിൽ അല്ലാഹു തആല ഏറ്റി തരും. അത് റമദാനിൽ മാത്രമല്ല, മറ്റു സമയങ്ങളിലും. മൻദല്ലദീ യുഖറുല്ലാഹ ഖർളൻ ഹസന, ആരാണോ അല്ലാഹുവിന് ഏറ്റവും നല്ല കടം കൊടുക്കുവാൻ തയ്യാറായിട്ടുള്ളത്, ഫയുളാഇഫു ലഹു അജ്റൻ കരീം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഇരട്ടിപ്പിച്ചു കൊടുക്കുമെന്നുള്ളതാണ്. ഭൗതികപരമായി പല ഡബിളാക്കൽ സ്കീമുകളിൽ നമ്മൾ പലരും പോയി ചെന്ന് പെട്ടിട്ടുണ്ടാകും, പലതും നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. പക്ഷേ അള്ളാഹു ഉറപ്പ് നൽകിയിട്ടുള്ള ഒരു ഇരട്ടിപ്പിക്കലുണ്ട്. അള്ളാഹുവിന് കടം കൊടുത്താൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്താൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനധർമ്മങ്ങൾ നിർവഹിച്ചാൽ അള്ളാഹു ഇരട്ടിയാക്കി തിരിച്ചു തരുമെന്നുള്ളതാണ്. അത് ഈ ലോകത്തും ലഭിക്കും, പരലോകത്തും ലഭിക്കും. അതിന് അള്ളാഹുവിൽ അചഞ്ചലമായ തവക്കുലും വിശ്വാസവും തഖ്വയും നമുക്കുണ്ടാകണം. അതുകൊണ്ട് പരിശുദ്ധമായ റമദാനിൽ പല ആളുകളും പല വിധേനയും നമ്മളോട് രാവിലെ മുതൽ വൈകുന്നേരം വരെ, രാത്രി വരെ പല ആവശ്യങ്ങൾക്കും സ്വതക്കക്കും വേണ്ടി നമ്മുടെ നേരെ കൈനീട്ടി വരും. അങ്ങനെ കൊടുക്കുമ്പോൾ ഒരു മുഷിപ്പില്ലാതെ കൊടുക്കണം. കൊടുക്കുന്നത് ചെറുതാണെങ്കിലും, കൊടുക്കുന്നത് വലുതാകട്ടെ ചെറുതാകട്ടെ, മുഷിപ്പില്ലാതെ റബ്ബയെ സ്വീകരിക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടി അത്തരത്തിൽ കൊടുക്കുവാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സ്വതക്കകൾ സ്വീകരിക്കുമാറാകട്ടെ. വെള്ളിയാഴ്ച ദിവസം നമ്മുടെ പള്ളികൾക്ക് വേണ്ടി, നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടിയുള്ള, ഇതിന്റെ പരിപാലനത്തിന് വേണ്ടിയുള്ള സ്വതക്കയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അതിലെല്ലാവരും ഭാഗവാക്കാകണം. റമദാനാണ് എന്ന ബോധ്യത്തിൽ അള്ളാഹുവെ സ്വീകരിക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടി, അള്ളാഹുവിന്റെ വാഗ്ദാനമാണ് ഇരട്ടിപ്പിച്ചു തരുമെന്നുള്ളത്, റബ്ബെ അപ്രകാരം ഇരട്ടിപ്പിച്ചു തരണേ എന്ന പ്രാർത്ഥനയോടുകൂടി ആ സ്വതക്കയിൽ ധാരാളമായി നൽകാൻ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയതുപോലെ നൽകാതെ, അതല്ലെങ്കിൽ കഴിഞ്ഞ റമദാനിന് മുമ്പ് നൽകിയതിനേക്കാളും അധികം നൽകുവാൻ നമ്മൾ ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ നോറ്റുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ നോമ്പും ഞങ്ങളുടെ തറാവീഹ് നമസ്കാരങ്ങളും ഞങ്ങളുടെ മറ്റ് നമസ്കാരങ്ങളും ഞങ്ങളുടെ അമൽ സ്വാലിഹാത്തുകളും ഞങ്ങളുടെ സ്വതക്കകളും എല്ലാം നിന്റെ അടുക്കൽ സ്വീകരിക്കുന്ന അമലായി ഞങ്ങളിൽ നിന്ന് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കണം റബ്ബേ. റഹ്മാനായ റബ്ബേ, റയ്യാൻ എന്ന കവാടത്തിലൂടെ നോമ്പുകാർ പ്രവേശിക്കുമ്പോൾ
ആ നോമ്പുകാരിൽ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണ റഹ്മാനെ. ഞങ്ങളുടെ ഇണകളിലും സന്താനങ്ങളിലും കൺകുളിർമയെ നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണ റഹ്മാനെ. കുടുംബസമേതം സ്വർഗത്തിന്റെ എല്ലാ വാതിലുകളോടെയും പ്രവേശിക്കുന്ന കുടുംബമായി ഞങ്ങളുടെ കുടുംബത്തെ നീ മാറ്റി അനുഗ്രഹിക്കണ റഹ്മാനെ. ഞങ്ങൾ പരിശുദ്ധമായ റമദാനിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ അമൽ സ്വാലിഹാത്തുകളും നിന്റെ അടുക്കൽ സ്വീകരിക്കുന്ന അമലായി ഞങ്ങളിൽ നിന്ന് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കണ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഏറെ പൊറുക്കുന്ന എല്ലാം അറിയുന്ന തമ്പുരാനെ, ജീവിതത്തിൽ നിഖില മേഖലകളിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യമായും ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയ പാപികളാണ് നാഥ ഞങ്ങൾ. ഞങ്ങളുടെ മുഴുവൻ പാപങ്ങളും നിന്റെ മഹത്തായ മഗ്ഫിറത്ത് കൊണ്ട്, നിന്റെ മഹത്തായ റഹ്മത്ത് കൊണ്ട് നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി തന്ന റഹ്മാനെ. പാപങ്ങൾ പൊറുക്കപ്പെടുന്ന നോമ്പുകാരായി നീ ഞങ്ങളെ മാറ്റി അനുഗ്രഹിക്കണ റഹ്മാനെ. പാപങ്ങൾ പൊറുക്കപ്പെടുന്ന നോമ്പുകാരായി നീ ഞങ്ങളെ മാറ്റി അനുഗ്രഹിക്കണ റഹ്മാനെ. പാപങ്ങൾ പൊറുക്കപ്പെടാത്ത നോമ്പുകാർക്ക് നാശമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള ഹതഭാഗ്യരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തല്ല റബ്ബേ. അത്തരത്തിലുള്ള ഹതഭാഗ്യരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തല്ല റബ്ബേ. നോമ്പുകൊണ്ട് സ്വർഗം കരസ്ഥമാക്കുന്ന വിശ്വാസികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്ന റഹ്മാനെ. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന എത്രയോ ആളുകളുണ്ട് റബ്ബേ, അവരുടെ കടങ്ങൾ നീ മാറ്റി ദൂരീകരിച്ച് നൽകി അനുഗ്രഹിക്കുന്ന റഹ്മാനെ. അള്ളാഹുവെ, സമ്പത്തിൽ വർധനവുണ്ടാകണം എന്ന് ആഗ്രഹത്തോടെ സുദഖകൾ ചെയ്യുന്ന ആളുകളുണ്ട്. അവരുടെ സമ്പത്തിൽ നീ ബർക്കത്ത് നൽകി വർധനവിനെ നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുന്ന റഹ്മാനെ. കച്ചവടത്തിൽ മാന്ദ്യം അനുഭവിക്കുന്ന കച്ചവടക്കാരുണ്ട് റബ്ബേ, അവരുടെ കച്ചവടത്തിൽ നീ ബർക്കത്തിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുന്ന റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഏറെ പൊറുക്കുന്ന രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ബന്ധുമിത്രാദികൾ, കുടുംബാംഗങ്ങൾ, ഗുരുനാഥന്മാർ, നേതാക്കൾ, സഹോദരങ്ങൾ, സഹോദരിമാർ, അവർക്കൊക്കെ നീ മഗ്ഫിറത്തും റഹ്മത്തും നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുന്ന റഹ്മാനെ. അവരുടെ ബർസഖിന്റെ ലോകം സന്തോഷത്തോപ്പാക്കി മാറ്റി അനുഗ്രഹിക്കുന്ന റഹ്മാനെ. പ്രകാശപൂരിതമാക്കി മാറ്റി അനുഗ്രഹിക്കുന്ന റഹ്മാനെ. സ്വർഗത്തോപ്പാക്കി മാറ്റി അനുഗ്രഹിക്കുന്ന റഹ്മാനെ. ഞങ്ങളും ബർസഖിന്റെ ലോകത്തിലേക്ക് യാത്ര തിരിക്കുമ്പോൾ ഞങ്ങളുടെ ബർസഖിന്റെ ലോകവും അപ്രകാരം നീ മാറ്റി അനുഗ്രഹിക്കുന്ന റഹ്മാനെ. മരണനേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരിക്കുന്ന വിശ്വാസികളിൽ റബ്ബേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്ന റഹ്മാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിച്ചതിന്റെ പേരിൽ, തൗഹീദ് ആദർശം ഉൾക്കൊള്ളുന്നതിന്റെ പേരിൽ, മുസ്ലിമായതിന്റെ പേരിൽ ലോകത്തിന്റെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പല നിലക്കുമുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എത്രയോ സഹോദരങ്ങൾ ഞങ്ങൾക്ക് ചുറ്റുമുണ്ട് റബ്ബേ. അവരുടെ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നീ ദൂരീകരിച്ച് നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. നീ ദൂരീകരിച്ച് നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. ഫലസ്തീനിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, പല രാജ്യങ്ങളിലും ദുരിതമനുഭവിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, അവരുടെ എല്ലാ ദുരിതങ്ങളും നീ മാറ്റി അനുഗ്രഹിക്കണ റഹ്മാനെ. സ്ഥൈര്യം നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. അവസാനം വരെ ഈമാനിൽ അടിയുറച്ചു നിൽക്കുവാനുള്ള സ്ഥൈര്യം നൽകി അനുഗ്രഹിക്കണ റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا واجر والدينا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم دمر أعداءنا أعداء الدين. اللهم هلك اليهود والمشركين. اللهم انصر إخواننا المسلمين والمجاهدين في فلسطين. اللهم انصر إخوان المسلمين والمجاهدين في الهند. اللهم انصر إخوان المسلمين والمجاهدين في كل مكان. اللهم دمر أعداءنا أعداء الدين. اللهم هلك اليهود والمشركين. اللهم ألف بين قلوبنا. اللهم ألف بين قلوب المسلمين. اللهم ألف بين قلوب الموحدين. اللهم ألف بين قلوبنا واصلح ذات بيننا. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وصلى الله على خير خلقه محمد والحمد لله رب العالمين وسلام على المرسلين.